വിസ തട്ടിപ്പ് ഇപ്പോൾ ഒരു ലാഘവത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്ന് ട്രാജഡി തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് നമ്മളെ സമയവും നമ്മളെ പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ടു. അന്ന് നിങ്ങളൊക്കെ അത് ചെയ്യുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. പരസ്യമായ പിശുക്കൻ എന്ന് വിളിച്ച ആളുകളൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ മാറ്റി പറിച്ചിൽ തുടങ്ങി. ആ ഒരു സക്സസ് ആണ് അതിനുള്ളൊരു റിവെഞ്ച്. അതെ അതെ. നൗഷാദ് ഖാന്റെ കേസിൽ പാർട്ണറിന് വലിയൊരു സപ്പോർട്ട് ഇല്ലേ? പാർട്ണർ ഉദ്ദേശിച്ച വൈഫ്. പണ്ട് ഒരു ഏരിയയിലൊക്കെ ഒരു ഫാർമസി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു വലിയ ബിൽഡിംഗ് ആണ്, അതിന്റെ താഴെ ഒരു ഫാർമസി കാണുന്നുണ്ട്. നമ്മൾ 50% റെസ്റ്റ്, 25% ഡയറ്റ്, 25% എക്സസൈസ് എന്നാണ് പറയണത്. അത് നല്ലൊരു ലെവലിൽ എത്തുന്നത് വരെ നമ്മൾ സമയമോ കാര്യങ്ങൾ കോംപ്രമൈസ് പ്രയോറിറ്റൈസ് ഇതിന് ബിസിനസ്സിന്റെ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ഗൾഫ് തുടങ്ങിയ കാലം തൊട്ട് ഗൾഫിലേക്ക് വരുന്ന ആളുകളെ പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പ്രവാസികളുള്ള കാലം തൊട്ടുള്ളതാണ് വിസ തട്ടിപ്പ്. 2008 സ്വീഡനിലേക്കുള്ള ഒരു വലിയ വിസ തട്ടിപ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, നഴ്സുമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ട ഒരു വലിയൊരു തട്ടിപ്പ്. ആ തട്ടിപ്പിന് ഇരയായി. അങ്ങനെ അതിൻ്റെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ദുബായിൽ വന്നു, ജോലി ചെയ്തു. ഇന്ന് 15ഓളം ബ്രാഞ്ചുകളുള്ള അപ്പോടെക് ഫാർമസി എന്നൊരു റീറ്റെയിൽ ഫാർമസി ബ്രാൻഡ് ബിൽഡ് ചെയ്ത ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നൗഷാദ് അപ്പോടെക്. വെൽക്കം ടു ദ ഷോ. ഒരു വലിയ വിസ തട്ടിപ്പെന്ന് അതിൻ്റെ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട് സ്വീഡനിലേക്കുള്ള. അവിടെ നിന്നാണ് നിങ്ങളുടെ തുടക്കം. വിസ തട്ടിപ്പ് ഇപ്പോൾ ഒരു ലാഘവത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അന്ന് അതൊരു വലിയൊരു ട്രാജഡി തന്നെ ആയിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ ചെറിയ വരുമാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് 2008 ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് 170,000 ഞാനടക്കമുള്ള പല ഫാർമസിസ്റ്റുകൾ, നഴ്സുമാർ, ഈവൻ ഡോക്ടേഴ്സ്. പിന്നെ നമ്മൾ കേസിനൊക്കെ പോകുമ്പോഴാണ് മനസ്സിലായത് ത്രൂ ഔട്ട് ദി കേരള ഈ സ്കാം നടന്നിട്ടുണ്ടെന്ന്. വലിയൊരു സ്കാം ആയിരുന്നു. അതെ അതെ. അത് വലിയൊരു കുറേ കാലത്തേക്ക് ഒരു ട്രോമ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പൈസ മാത്രമല്ല, നമ്മളൊരു സ്വപ്നങ്ങൾ പോലും നമ്മൾ വലിയൊരു ഡ്രീമായിട്ടാണ്. ഒറ്റയടിക്ക് 170 പോവല്ല, ഗ്രാജുവലി ഘട്ടം ഭയങ്കര സ്മാർട്ടായിട്ട് നമുക്ക് ഈ തട്ടിപ്പിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നമുക്കൊരു എന്താ പറയുക, അവരൊരു വലിയൊരു മിഷണറി പ്രവർത്തനം, വളരെ ഒരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളെ പോലെ നമുക്ക് തോന്നുക അവരുടെ സംസാരം കേട്ടാൽ. അവർ ഒരിക്കലും അവർ നമ്മളേക്കൊന്ന് കാശ് ചോദിക്കാതെ ഘട്ടം ഘട്ടമായി ഓരോ റീസണിലാണത് കൊടുത്തത്. ഒരു 35,000 തുടങ്ങി. ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ സ്വീഡിഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഒരു എക്സാം എഴുതുന്നുണ്ട് ഓൺലൈനിൽ. അത് നമ്മൾ ഫെയിലാവുകയാണ്. ഫെയിലാകുമ്പോൾ നമ്മളൊരാൾ വിളിച്ചിട്ട് അയാൾ പറയാൻ, ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള നല്ല പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അധികം കിട്ടിയില്ല, നോർത്ത് ഇന്ത്യൻസിനൊക്കെ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് അവിടുത്തെ ഒരു ക്വാളിറ്റി ഓഫ് വർക്കും നമ്മളെ സോഷ്യൽ ഒരു മലയാളികളുടെ ഒരു എന്താ പറയുക കൾച്ചറൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെയാണ് അവരും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരുന്ന പോലെയാണ്. അപ്പോൾ നമ്മളെ കൺവിൻസ് ആവുകയാണ് കുറച്ച്. അപ്പോൾ പിന്നീട് ഞങ്ങൾ കേസിന് പോകുമ്പോൾ ഏകദേശം എല്ലാവരോടും ഇതേ ഡയലോഗ് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഫെയിലാവുകയാണ് അതിൻ്റെ എക്സാമിന്. അപ്പോൾ ഡിഫറെൻ്റ് ആയ ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് തോന്നുന്നുണ്ട് ഇവർ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ അതിന് ശേഷം വലിയൊരു എന്തായിരുന്നു, അതെങ്ങനെ ഫേസ് ചെയ്തു? അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ആലോചിക്കുമ്പോൾ നമ്മൾ അന്ന് നമ്മളെടുക്കുന്ന ചില പോസിറ്റീവ് തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകളുണ്ടല്ലോ നമ്മൾ ദൈവത്തിനെ ശപിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് എൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഇതിനൊന്നും പോയില്ല. വളരെ വിഷമമുണ്ടായി. കാരണം 170,000 അന്ന് സേവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ പാടുള്ള കാലമായിരുന്നു. ഞങ്ങളൊരു ചെറിയ ശമ്പളത്തിൽ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയമാണ്. പക്ഷേ അത് ഏകദേശം പോയി 100% ഉറപ്പായി. ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ഇത് മനസ്സിലായി, ഞങ്ങളെല്ലാവരും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. കുറേ ആളുകൾ പറഞ്ഞു നമുക്ക് പോലീസിൽ കേസ് പോകണം, ചില ആളുകൾ അവരെ പിന്നാലെ പോകണ്ട, അവർ വലിയ ആളുകളായിരിക്കും, അതിന് പിന്നാലെ പോയാൽ നമുക്ക് ഏറെ ബുദ്ധിമുട്ടാവും, വിട്ടേക്ക് എന്നൊക്കെ അങ്ങനെ കുറേ ആൾ. പക്ഷേ ഞങ്ങൾ എന്നാലും കേസൊക്കെ കൊടുത്തു. പക്ഷേ കേസൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ അനുഭവം വളരെ മോശമായിരുന്നു. അറിയാമല്ലോ, നമ്മളെപ്പോഴും അങ്ങനെ ഒരു ലീഗൽ ഇതിന് ഫേസ് ചെയ്യാൻ പോകുമ്പോൾ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ചില ഹയർ ലെവൽ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ഞങ്ങൾ പല ഇൻഫ്ലുവൻസും വെച്ച് എത്തിയപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തൊക്കെ തുടങ്ങി. പക്ഷേ ആ കേസ് ഇങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു സന്തോഷ് മാധവൻ കേസ് കേരളത്തിൽ വന്നതോടുകൂടി അതിൽ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളെല്ലാം അതിൻ്റെ പിന്നാലെ പോയി. പക്ഷേ ഞാനിതിൽ മനസ്സിലാക്കി, നമ്മൾ ആ ഒരു സ്കാമിൽ നമ്മൾ അകപ്പെട്ടു, കാശൊക്കെ പോയി, കാശിലേറെ പ്രതീക്ഷ, കുടുംബങ്ങളെല്ലാവരും പ്രതീക്ഷ, പാരൻസൊക്കെ എൻ്റെ മോൻ നാളെ യൂറോപ്പിൽ പോകും, സ്വീഡിഷ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു സ്വപ്നങ്ങൾ കാണുന്ന ഒക്കെ ഒരു ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള പല സ്വപ്നങ്ങളും നമ്മൾ
പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു ഇയാൾ അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ. നമ്മളെ നെക്സ്റ്റ് തോട്ട് എന്താ വെച്ചാൽ നമ്മൾ ഗൾഫിലേക്ക് വരിക അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ള 2 ഓപ്ഷനായിരുന്നു ഫാർമസിസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൾഫിലേറെ ഒരുപാട് റെന്യൂമറേഷൻ വൈസ് ആണെങ്കിലും ഫെസിലിറ്റീസ് വൈസ് ആണെങ്കിലും ഒക്കെ കൂടുതലായിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്ന ഓഫേഴ്സൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ആ ലോസ് വന്നു. സാമ്പത്തികമായിട്ട് നമ്മളെ സമയവും നമ്മളെ പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെ കൂട്ടത്തിലുള്ള പല ആളുകളും അതൊരു നെഗറ്റീവായിട്ട് ഇവൻ ദൈവത്തിനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ നമ്മളെ നാട്ടിലുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി അതങ്ങോട്ട് തീർത്തു എന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തീർത്ത് സന്തോഷിച്ച് പിന്നെ അവിടെ നിന്നാണ് ഗൾഫിലേക്ക് വരുന്നത്. ദൈവത്തിനോട് ഒരു പരീക്ഷണമായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കണക്കൂട്ടലിൽ ഞങ്ങൾ പിന്നെ പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ നമ്മളൊരു നൈബർ ഒരു ന്യൂസ് പേപ്പറിലൊരു കട്ടിങ് കാണിച്ചു തന്നു. പിന്നെ ഫാർമസിസ്റ്റ് വേക്കൻസി നമ്മുടെ ഇവിടെ ഉള്ളൊരു ഫേമസ് ഗ്രൂപ്പ്, യു എയിലൊരു ഫേമസ് ഗ്രൂപ്പിൻ്റെ പരസ്യമായിരുന്നു. അത് മെയിൻ പേജിലും ആ മെയിൻ പേജിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് അത്ര ഒരു സാലറി വൈസ് ഒന്നും അത്ര ഒരു നല്ല ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വീണ്ടും ആ പേജുകൾ മറിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ വേറെ ചെറിയൊരു പരസ്യം കണ്ടു. ആ പരസ്യം ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന സൂപ്പർ കെ ഫാർമസി എന്ന് പറഞ്ഞ കമ്പനിയുടേതായിരുന്നു. ആ പരസ്യം വഴി പിന്നെ 5 പൈസക്ക് ചിലവില്ലാതെ എനിക്ക് യു എയിലെത്താൻ പറ്റി. അത് ദൈവം ശരിക്കും എനിക്ക് മറ്റൊരു വാതിൽ അവിടെ തുറന്ന് വെച്ചിരുന്നു. നമ്മളൊരു പക്ഷേ ഫ്രസ്ട്രേറ്റഡായി നമ്മൾ ഡിപ്രസ്ഡായി ചിലപ്പോൾ അതുകൊണ്ടൊന്നും നടക്കില്ലായിരുന്നു. അങ്ങനെയാണ് ആണെങ്കിൽ നമുക്ക് ഓവർകം ചെയ്തത് കൊണ്ട് അങ്ങനെ ജോലി നല്ലൊരു മറ്റൊരു റൂട്ടായിരുന്നു. അതും യു എയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിനിങ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു. എത്ര വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ 5 വർഷം വർക്ക് ചെയ്തു. 5 വർഷം ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ദുബായിലിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിച്ചു. പിന്നീട് എങ്ങനെയാണ് അപ്പോടെക് എന്നുള്ളൊരു ബ്രാൻഡിലേക്ക് വന്നത്? എങ്ങനെയാണ് ആ ഒരു കമ്പനി സ്റ്റാർട്ടിങ്ങിലെ എൻ്റെ ഒരു സ്റ്റോറി? അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം മുതലേ നമ്മുടെ ഉള്ളിൽ ആ ഒരു എൻ്റർപ്രണർഷിപ്പ് ഉണ്ടായിരുന്നു. കാരണം പിന്നെ അങ്കിൾ, ഗ്രാൻഡ് ഫാദർ ഇവർക്കൊക്കെ കച്ചവടമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മുന്നിലുള്ള ഒരു ലക്ഷ്യം ഇത് കുറച്ചു കാലം നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് ഏൺ ചെയ്തുണ്ടാക്കണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പരീക്ഷണം നടത്താൻ പറ്റില്ല, കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്ത ചെറിയ വല്ലാണ്ട് കാശൊന്നും ഓവറായിട്ട് ഇപ്പോൾ ഈ മാറുന്ന ഐഫോണുകളൊന്നും വാങ്ങാതെ എല്ലാം പിടിച്ചു നിന്നു. അല്ല, അതിൽ ഇപ്പം പുതിയ ജനറേഷന് അതിൽ കുറച്ച് പാഠങ്ങളൊക്കെ ഉണ്ടല്ലേ? കാരണം ഞങ്ങളൊക്കെ ജനറേഷനിൽ വരുമ്പം ഏറ്റവും ഇപ്പം വരുന്ന ആളുകൾക്കൊന്നും എല്ലാ ഫെസിലിറ്റീസും വേണം, ആർക്കും സാക്രിഫൈസ് ചെയ്യണം. അത് അങ്ങനെ നമ്മൾ ക്യാഷ് സേവ് ചെയ്യുമ്പോൾ, ഒരു ഗൾഫുകാരൻ പ്രത്യേകിച്ച് ക്യാഷ് സേവ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വരുന്ന പേര് പിശുക്കൻ എന്നുള്ള പേരായിരിക്കും. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ വളരെ ക്ലോസ് ഫാമിലി, ഫ്രണ്ട്സ്, അവൻ കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല, നമുക്കൊന്നും കിട്ടൂല, അല്ലെങ്കിൽ പക്ഷെ അതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ചാൽ ഒരു സേവിങ്സ് മനസ്സിലുണ്ടായിരുന്നു. അന്ന് നിങ്ങളൊക്കെ അത് ചെയ്യുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നെ പരസ്യമായ പിശുക്കൻ എന്ന് വിളിച്ച ആളുകളൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ മാറ്റിപ്പറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സക്സസ് ആണ് അതിനുള്ളൊരു റിവെഞ്ച്. അതെ, കാരണം അത് നമുക്കൊരു എനിക്കറിയായിരുന്നു ലോങ് ടേമിൽ നമ്മൾ മാത്രമായിരിക്കും സഫർ ചെയ്യുക. കാരണം നമ്മൾ അന്ന് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പക്ഷേ നമുക്ക് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഇന്ന് ബിസിനസ്സുകാർ ഈ സക്സസ്ഫുൾ ആയിട്ട് അത് ഇപ്പോൾ വാഹനമാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലൊക്കെ കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരു എന്താണ് പറയുക, ഇവരൊരു സ്പെൻഡിങ് ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ അവരൊരു ഇതേപോലത്തെ ഒരു സമയം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ചെയ്യുന്നത്. ഞാൻ എന്നെ കാണുന്ന പല ആളുകളോടും പറയാറ് ഒരു ഗോള്, ലോങ് ടേം ഗോള് വേണം, ഐദർ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ. ഒന്ന് നല്ല രീതിയിൽ ജോലിയിൽ കയറ്റം കിട്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ കമ്പനിയിൽ നല്ല പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മളതിലേക്ക് മാറണം. ചിലപ്പോൾ എന്നും നമുക്ക് ഈ ആരോഗ്യം ഉണ്ടാവില്ല, എന്നും നമുക്കിപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലോ ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മളെ പൊസിഷൻ വൈസ് നമുക്ക് ഒരു മാനേജറിയൽ പൊസിഷനിലേക്ക് എത്തിയിട്ട് ഒന്നും കൂടെ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കും. സ്ട്രഗിൾസൊക്കെ കഴിഞ്ഞു, ലൈക്ക് ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ഫസ്റ്റ് ബ്രാഞ്ച് ഇട്ടു. ആ ഫസ്റ്റ് ബ്രാഞ്ച് ഇട്ടു, പിന്നെ അതിന്ന് ഇപ്പോൾ ഇന്ന് 15 ബ്രാഞ്ചിലേക്ക് വന്നു. എങ്ങനെയായിരുന്നു ആ ജേർണി നോക്കിക്കാണുന്നത്? ഒരുപാട് ഒബ്വിയസ്ലി ഒരു ഓൺടർപ്രണർക്ക് പോയി ഫേസ് ചെയ്ത് ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു എല്ലാ ബിസിനസ്സും തുടങ്ങുന്ന പോലെ തന്നെ ആയിരിക്കും. കാരണം ആർക്കും അറിയില്ലല്ലോ 10 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഭാവി എന്നൊന്നും അറിയില്ല. നമ്മളൊരു ശുഭപ്രതീക്ഷയോടുകൂടി കഠിനാധ്വാനം. ലക്ഷ്യം നിങ്ങൾ നേരത്തെ പറയാം, ലക്ഷ്യം അതിൽ എത്ര ബ്രാഞ്ച് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ? അന്ന് ലക്ഷ്യം റിവീൽ ചെയ്യുന്നുണ്ടോ? വേണിയുള്ള ലക്ഷ്യം ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പ് ആക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങുന്ന സ്ഥാപനം വിജയിപ്പിക്കുക. അത് നമ്മുടെ ഇതുവരെ ഞാൻ ഒരു സാലറിക്കാരനായിരുന്നു, സാലറി കോംപ്രമൈസ് ചെയ്തിട്ടായിരുന്നു
എനിക്ക് കിട്ടുന്ന എക്സിസ്റ്റിംഗ് സാലറിയിലേറെ കുറഞ്ഞ സാലറിയിലായിരുന്നു പിന്നെ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ സാലറി. അപ്പോൾ സാലറി കുറഞ്ഞു, എക്സ്പെൻസ് കൂടിയൊരു സമയമായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫാർമസിയെ വിജയിപ്പിച്ച് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ എനിക്ക്, കാരണം ഫാമിലിയൊക്കെ ഇവിടെ സ്ഥിരമാകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മളെ വരവ് കുറയും ചെയ്തു, ചിലവ് കൂടും ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് കവർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനത്തിനെ പ്രോഫിറ്റിലേക്ക് ആക്കണം, നമുക്ക് എക്സ്ട്രാ ഇൻകം വരണം എന്നില്ല മാത്രം. പക്ഷേ എനിക്കൊന്ന് നാട്ടിൽ നിന്ന് സെയിൽസിലുള്ള ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ മാർക്കറ്റിംഗിലെ എക്സ്പീരിയൻസും ഉണ്ട് ഓൾറെഡി അല്ലേ? ഫാർമസിസ്റ്റ് ആണെങ്കിൽ പോലും അതും മുതൽക്കൂട്ടായിട്ടുണ്ടാവുമല്ലോ. അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തോ അവിടെയൊക്കെ നമുക്ക് പിന്നീട് ഗുണം ഉണ്ടായില്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി.ഫാമിന് ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയം ഞാൻ മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസും കർണാടകക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഹിന്ദി ഭാഷ ഫ്ലുവൻ്റായി. ഈവൻ ബീഹാരീസിൻ്റെ ഭോജ്പൂരി ലാംഗ്വേജ് ഏറെക്കുറൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഇതൊക്കെ ആ ഹിന്ദിയൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മാത്രം മലയാളി എന്നുള്ളൊരു വളരെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് എനിക്കൊന്നും പുറത്ത് പോയിട്ട് അങ്ങനെ പഠിക്കൽ കുറവല്ല നമ്മുടെ നാട്ടിൽ. അന്ന് ഉണ്ട്. കാരണം അന്ന് ആളുകൾ പുറത്ത് പോയിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഫാർമസി കോളേജുകളൊക്കെ വളരെ കുറവായിരുന്നു, ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നു. അന്ന് പെൺകുട്ടികൾ കുറച്ച് കുറവായിരുന്നു ഇപ്പോഴത്തെ പോലെ. പക്ഷേ ആൺകുട്ടികൾ ഒരുപാട്. അങ്ങനെ അവിടെ പോയപ്പോൾ ആ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ കിട്ടി. അങ്ങനെ ലാംഗ്വേജ് നമുക്ക് ആ ലാംഗ്വേജിൻ്റെ ശരിക്കുള്ള അഡ്വാൻറ്റേജ് ഞാൻ പിന്നെ നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടു. നോർത്ത് ഇന്ത്യൻ കൊളീഗ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായി. അതിനുശേഷം ഗൾഫിൽ വന്നപ്പോൾ ഡെഫിനറ്റ്ലി അത് വലിയ, ഈവൻ റീറ്റെയിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളായി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അന്ന് സ്ട്രഗിൾ ചെയ്ത് എന്തുണ്ടോ അത് പിന്നീട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളൊരു മെസ്സേജ് ആയിരിക്കും അല്ലേ? നമ്മൾ അവിടെ കംഫർട്ട് സോൺ, ഞാൻ എൻ്റെ മലയാളം അറിയുന്ന ആളുകളെ കൂടെ താമസിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത് കംഫർട്ട് സോൺ ആണെങ്കിൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഏത് സ്ട്രഗിൾസിലൂടെ പോവുകയാണെങ്കിലും അതിൻ്റെയൊക്കെ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നാട്ടിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു മോൾഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. കംഫർട്ടബിൾ സോണിൽ ഒരു ഫാർമസിസ്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വീണ്ടും ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഒപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്ര ബിസിനസ്സിൽ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് നല്ലൊരു മോൾഡിംഗ് ആണ്. നമ്മൾ ഈ ഡോക്ടേഴ്സിന് ഈ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ നമ്മളിപ്പം പലപ്പോഴും നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ ഇങ്ങനെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്, ഇങ്ങനെ ലൈക്ക് ഇൻസൈഡൊക്കെ ചെയ്ത് ഒരുപാട് നമ്മളെ പിന്നെ ഈവൻ ഡോക്ടർ ക്യാബിൻ്റെ ഡോറിൽ വെയിറ്റ് ചെയ്യുന്ന നഴ്സുമാരെ വരെ നമ്മളെ ബഹുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടൂല. അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു പിന്നെ അപ്പോയിൻമെൻറ്റ് നേടിയെടുത്തിട്ട് പിന്നെ വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് നമ്മളെ പോയിന്റ് ഓഫ് സെയിൽസ് അവരായിട്ട് ഷെയർ ചെയ്ത് അതൊക്കെ നമുക്ക് ഒരുപാട് പിന്നീട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അത് സെയിൽ ചെയ്യണം. കാരണം ഡോക്ടേഴ്സ് എപ്പോഴും തിരക്കായിരിക്കും. സെക്കൻഡ് സെയിൽ എന്നൊക്കെ പറയുന്നത് 10 സെക്കൻഡിനുള്ളിൽ നമ്മളൊരു പ്രൊഡക്റ്റ് കൺവിൻസ് ചെയ്ത് പോകാം. അതുപോലെ ഒരു ഡോക്ടറെ അടുത്തിന് ഒരുപാട് കമ്പനീൻ്റെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. പിന്നെ നിങ്ങൾ എനിക്കൊന്ന് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അതിൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അക്ഷമയോടുകൂടി നിൽക്കുന്ന പേഷ്യൻസിൻ്റെ തുറിച്ചു നോട്ടം, രക്ഷപ്പെട്ട് ചെല്ലുമ്പോൾ തന്നെ വാതിൽ കൊട്ടി അടക്കണ നേഴ്സ് ഉണ്ടാവും. അവരെയും ബഹുമാനിച്ച് അത് കഴിഞ്ഞ് ഡോക്ടറിനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു പറയും. ആ പെട്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൂടെ നമ്മളെ ചിലപ്പോൾ ഏരിയ മാനേജർ ഉണ്ടാവും, കൺട്രി മാനേജർ, സ്റ്റേറ്റ് മാനേജറൊക്കെ ഉണ്ടാവും. ആ പ്രഷറും ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള ഫാർമസിയിൽ പോയിട്ട് വലിയൊരു ചലഞ്ചാണ്. ഇതെല്ലാം കഴിഞ്ഞ് മന്ത് എൻഡിൽ ടാർഗറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയറെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറെ അടുത്ത് പോയിട്ട് കയ്യും കാലും പിടിക്കണം. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ ടാർഗറ്റ് നഷ്ടപ്പെടും. അവരെ സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം അവരുടെ തന്തക്കിളി വരെ കേൾക്കേണ്ടി വരാറുണ്ട്. കാരണം അവർ ആഗ്രഹിച്ചില്ലാതെ ചിലപ്പോൾ ചില ഓർഡറൊക്കെ നമ്മൾ തള്ളി വിടേണ്ടി വരും. അങ്ങനെ ആ സെയിൽ ക്ലോസിങ്ങിന്. പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഒരുപാട് ഇപ്പം നമ്മളിപ്പം ചാനലൊക്കെ കാണുന്ന ഒബ്വിയസ്ലി ഒരു ബിസിനസ് ഒരു ഓൺടർപ്രണർ മൈൻഡ്സെറ്റുള്ള ആൾക്കാരൊക്കെ സെയിൽസ് എൻജോയ് ദ റിജക്ഷൻ എന്ന് പറയും. ആ റിജക്ഷനിലൂടെ നിങ്ങൾ പോകുന്ന ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ റിജക്ഷനെ നമ്മളൊരു ഇപ്പോൾ ഒന്നും നമ്മളെ പേഴ്സണലായിട്ട് എടുക്കരുത്. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഞാൻ കുറേ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അവരുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിലേക്ക് പോകുന്ന ഒരു അഡിക്ഷൻ. ഒബ്വിയസ്ലി നിങ്ങളൊരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ്. അതെ, ഞാൻ ഒരുപാട് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും മറ്റ് സെയിൽസിലൊക്കെ ഉള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈവനിങ് ആയ 2 ഇട്ടിട്ട് അവർ കടന്നുറങ്ങാൻ പറ്റും. ഈ ടാർഗറ്റിൻ്റെ പ്രഷറിന് വേണ്ടിയിട്ട്. അതെ, അവർക്ക് ആ ഒരു അങ്ങനെയാണ് കുറേ ആളുകൾ മാനേജ് ചെയ്യാറുള്ളത്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അതൊരു പാഷനായിട്ട് എടുത്തു. പക്ഷേ എനിക്കൊക്കെ ഒരു ഷോർട്ട് ടേം ഗോളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ചെയ്ത് പിന്നെ പക്ഷെ അത് നല്ലൊരു ലേണിംഗ്
നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇവിടെ ഓൺടർപ്രണർഷിപ്പിലേക്ക് വന്നപ്പോൾ അത് മുതൽക്കോട്ടായി അല്ലേ? അതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെയും വരുമ്പോൾ നമുക്കത്. അപ്പം ആദ്യ ബ്രാഞ്ച് ചെയ്തു, ആ ബ്രാഞ്ച് വിജയിപ്പിച്ചെടുക്കാൻ എത്ര സമയം എടുത്തു? ഫസ്റ്റ് ബ്രാഞ്ച് ഏകദേശം നമുക്ക് കൊറോണയുടെ സഹായം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ബ്രാഞ്ച് ഞങ്ങൾക്ക് ഒരു 6 മന്തിൽ തന്നെ സക്സസ് ആക്കി എടുക്കാൻ പറ്റി. ബ്രേക്ക് ഇവനൊക്കെ വന്ന്. കൊറോണയ്ക്ക് ശേഷം എന്താണ് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എന്താണ്? കൊറോണ ശരിക്കും നമ്മളെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം ഫോർ ഫാർമസി ഇൻഡസ്ട്രിയിലേക്ക്. കാരണം 2 ഗുണങ്ങളുള്ളത്. പിന്നെ ആളുകളൊന്നും വെക്കേഷനിൽ പോലും സമ്മറിൽ പോലും പുറത്ത് പോയില്ല. അത് നമുക്ക് സമ്മറിലൊരു സെയിൽ കൊറോണയുടെ ആ ഒരു ഇതുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ടൈം ഉണ്ടായിരുന്നല്ലോ. ഏകദേശം പൂർണ്ണമായി ലോക്ക്ഡൗൺ. പക്ഷെ അന്നും ഫാർമസി ഉണ്ടായിരുന്നു. ആ ഒരു വളരെ ഷോർട്ട് ടൈമിൽ കുറച്ച് എഫക്റ്റ് ചെയ്തു എന്നല്ലാതെ ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് വൺ ഓർ ദി അതർ വേ ആളുകൾക്കുള്ള നോർമൽ അസുഖങ്ങളൊക്കെ കുറേ കുറഞ്ഞെങ്കിലും പക്ഷേ ഈ മറ്റ് കൊറോണ സംബന്ധമായിട്ടുള്ള കുറേ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെൻറ്റ്, അതുപോലെ മാസ്ക്, ഗ്ലൗസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡെലിവറി എന്നുള്ളത് കുറേ ബൾക്ക് സെയിലുകളും ഒക്കെ നടന്നു. അതുകൊണ്ട് കൊറോണ ടൈം നമ്മുടെ പിന്നെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ റെൻറ്റ് വൈസ് ലേശം കുറഞ്ഞു, അഡ്വാൻറ്റേജ് കിട്ടി. പിന്നെ മറിച്ച് ഇപ്പോൾ ആളുകൾ പുറത്തു പോക്ക് കുറവായിരുന്നു. എല്ലാവരും ദുബായിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്ലസ് തന്നെ ആയിരുന്നു. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു ബൂമുണ്ടായി. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ആളുകൾ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കോവിഡിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് ആളുകൾക്ക് കൂടുതൽ ഇപ്പോൾ ആ സമയത്ത് കുറേ ആളുകൾ പല വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അതിൽ ഹെൽത്ത് വ്ളോഗേഴ്സിൻ്റെ അളവും കൂടിയിട്ടുണ്ട്. പിന്നെ അവയർനെസ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ഫാർമസിയിലൊക്കെ പണ്ട് ഞങ്ങൾ ഫാർമസിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഇല്ലേ, അത് കഴിച്ചാൽ ആ ഗുണമില്ലേ എന്നൊക്കെ ഉള്ളത്. നോക്കിയാൽ നമുക്ക് ഏകദേശം ഐഡിയാസും ആളുകൾക്ക് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഒരുപാട് കൂടി. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കച്ചവടത്തിന് അത് പോസിറ്റീവായിട്ടാണോ ബാധിച്ചത്? അല്ലെങ്കിൽ കച്ചവടത്തിന് ആ ലെവലിൽ കുറച്ച് പോസിറ്റീവായിട്ട് ബാധിച്ചെങ്കിലും പക്ഷേ ഈ ഇ-കൊമേഴ്സിൻ്റെ അതിപ്രസരം അത്തരം പ്രൊഡക്റ്റുകൾ ആളുകൾ ഡയറക്റ്റ് തന്നെ അധികം മീൻസ് അവർ തന്നെ സ്വയം വീട്ടിലിരുന്നു കൊണ്ട് ഓർഡർ ചെയ്ത് മേടിക്കുന്ന ഒരു ഡെലിവറി. ഇപ്പം ഫുഡൊക്കെ തലഭാഗത്തിലും മറ്റേ ന്യൂണിലൊക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ ഫാർമസിയും ആ ഒരു ലെവലൊക്കെ ഒരു നോൺ മെഡിസിൻ ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ആളുകൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്. അത് ശരിക്കും ഞങ്ങൾക്ക് പിന്നെ അതിൽ എത്രത്തോളം അഗ്രസീവായി ചെയ്യുന്ന ആളുകൾക്ക് ഗുണം ചെയ്യും. പിന്നെ അല്ലാത്തവർക്ക് ഇപ്പോൾ യു എയിലാണെങ്കിൽ തന്നെ എനിക്കൊന്ന് ഫാർമസി ഗ്രൂപ്പുകളുടെ ഇടയിൽ മലയാളികൾക്ക് നല്ലൊരു റോള് വഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് മലയാളി ഓൺഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ നന്നായിട്ടുണ്ടല്ലോ. യു എയിൽ ഒരു സൈസ് വൈസ് നമ്മൾ മലയാളികൾ വളരെ കുറവാണല്ലോ. തീർച്ചയായും അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മളെ മീൻസ് നമ്മളെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ്. നമ്പർ വേഴ്സസ് നമ്മൾ ചെയ്യുന്ന വോളിയം ഓഫ് ബിസിനസ്സും ബ്രാൻഡ്സുകളും മലയാളികൾക്ക് വളരെ ഹൈ. ഞാൻ പറയാം വൺ ഓഫ് ദ ഹൈ മെയിൻ പോപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കറ്റ് ഷെയർ അത്യാവശ്യം ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ റീറ്റെയിലും ഒക്കെ മലയാളികൾക്ക് വളരെ വലിയ സാധ്യത. അതുപോലെ തന്നെ ഞാനിപ്പോൾ അടുത്ത് ശ്രദ്ധിച്ച ഒരുപാട് നിങ്ങളുടെ ബ്രാൻഡ് പോലെ തന്നെ പല ബ്രാൻഡുകളും ഒരുപാട് ഫ്രാഞ്ചൈസികൾ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഒരുപാട് ഫാർമസികൾ എല്ലാ മുക്കിലും മൂലയിലും ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ എല്ലാ ഫ്ലാറ്റിലും ഒരു ഫാർമസി എന്നുള്ള ലെവലിലേക്ക് മാറുന്നുണ്ട്. അപ്പം അത് രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലിമെൻറ്റ്സിന് വേണ്ടിയിട്ടാണോ, എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ബിസിനസ് ഏതിലാണ് നടക്കുന്നത്? അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഒരു ഏരിയയിലൊക്കെ ഒരു ഫാർമസി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു വലിയ ബിൽഡിംഗ് ആണ്, അതിൻ്റെ താഴെ ഒരു ഫാർമസി കാണുന്നുണ്ട്. ആ ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും റീറ്റെയിൽ ഫാർമസി ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ്. കാരണം ഒന്നും ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടെങ്കിൽ നമുക്കത് മാർക്കറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം. ഈ ഫാർമസിയിൽ കിട്ടുന്നത് തന്നെയാണ് മറ്റേ ഫാർമസിയിലും കിട്ടുന്ന മരുന്ന്. ഒരേ ബ്രാൻഡ്, ചിലപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓഫർ ഇടാൻ പറ്റും എന്നല്ലാണ്ട് വേറെ മറ്റേ മാറ്റങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാർമസികൾ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ അത് ആർക്കും ഗുണമില്ലാത്ത ഒരവസ്ഥ വരും. അത് ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ റീറ്റെയിൽ ഫാർമസികൾ ഓപ്പൺ ചെയ്യാൻ. തുടങ്ങുന്നതിലേറെ വേഗത്തിൽ ക്ലോസ് ചെയ്യുന്ന ഒരുപാട് ഫാർമസികളുണ്ട്. നൗഷാദ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരുപാട് അവയർനെസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്രാൻഡുകളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ അത് കാണുന്ന ആളുകൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതൊരു ഡയറക്റ്റ് സെയിൽസിലേക്ക് പോകാതെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് എന്താ ആ വീഡിയോ കാണുമ്പോൾ തോന്നാറ്? വീഡിയോ കാണുമ്പം നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. അതോ ജസ്റ്റ് നൗഷാദിന്റെ വീഡിയോ ലൈക്ക് അടിച്ചാൽ പോകും അങ്ങനെയാണോ? ഫുള്ള് കേൾക്കാറുണ്ട്? ഫുള്ള് കേൾക്കാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആൾക്കാരെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ടേക്ക് അവേ വേണം എന്ന രൂപത്തിൽ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി, കാരണം ഇത്
ഹെൽത്താണ് എല്ലാവരുടെയും പ്രശ്നം. ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ ഇല്ലാത്ത, കാരണം നമ്മളിതെപ്പോഴും പോയി റിസർച്ച് ചെയ്യുന്നില്ല. നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കതിലേക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഞാനിപ്പോൾ പ്രോട്ടീൻ ടേക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ലഹരിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ആളുകളുടെ ഒരു കോമൺ ടോപ്പിക്കാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ ബ്രാൻഡിനെയൊക്കെ എങ്ങനെയാണ് അത് ലെവറേജ് ചെയ്യുന്നത്? അല്ല, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ പിന്നെ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ബ്രാൻഡ് അപ്പം ഇതിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്നില്ല, അല്ല, പല നമ്മൾ ഇവിടെയുള്ള സപ്ലിമെൻറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് 100% നമ്മൾ കഴിച്ച് അത് ബോധ്യപ്പെട്ടിട്ടൊന്നും നമുക്ക് എല്ലാതൊന്നും പറയാനൊന്നും പറ്റില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാനൊരു ബ്രാൻഡ് പറഞ്ഞിട്ട് ആളുകളിലേക്ക് അവൻ ഇതിലൂടെ ഒരു കച്ചവടം ചെയ്യണമെന്ന് തോന്നിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബേസിക്കലി നമുക്ക് അറിയണ കുറേ കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് അറിയണം. ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ചില മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റിയോട് പറയാം. അല്ലെങ്കിൽ ഒരു അവയർനെസ്സാണ് കൂടുതലും. അല്ല, ഈ ഇവിടെ ഞാൻ മനസ്സിലായി നാട്ടിലേക്കാളും കൂടുതൽ ഇപ്പം അറബ്സൊക്കെ ആണെങ്കിൽ ഫാർമസിസ്റ്റിന് ഡോക്ടർ എന്നാണ് വിളിക്കുക അല്ലേ, ഡോക്ടൂർ. അപ്പം ആ ഒരു പവർ ഇവിടെ ഉണ്ട്. അപ്പം പലപ്പോഴും നിങ്ങളൊരു കൺസൾട്ടിങ് കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം അവർ നിങ്ങളുടെ അടുത്ത് വരുന്നു കാര്യങ്ങൾ, അപ്പം നിങ്ങൾ പറയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ട്രസ്റ്റാണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ 10-15 വർഷമാകുമ്പം ആ ഒരു സാധനം കീപ്പ് ചെയ്യാൻ വേണമല്ലോ. ട്രസ്റ്റ് ഉണ്ട്. അതോട് കൂടി തന്നെ നമ്മളെ നോളജും നമ്മൾ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. തീർച്ചയായും. ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ പുതിയ ഫാർമസിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരെ നമ്മൾ പ്രഷർ ചെയ്തിട്ടില്ലെങ്കിൽ അവരൊന്നും പഠിക്കണമെന്നില്ല. അതിങ്ങനെ ഒരു സീനിയർ എന്താ കൊടുത്ത് അത് കൊടുക്കുക, അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളോ, അല്ലെങ്കിൽ അത് ഒരു പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരുന്ന് കൊടുക്കാൻ നിൽക്കരുത് ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു കൺസൾട്ടിങ് ചെയ്യാതെ. അതുകൊണ്ട് തന്നെ നോളജ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഫാർമസിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരുപാട് പ്രതിരോധ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റും. സിംറ്റമാറ്റിക് റിലീഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറ്റും. ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ ഓവർ ദി കൗണ്ടർ മെഡിസിൻ. ഇപ്പോൾ ആഫ്റ്റർ ദ കോവിഡ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആളുകൾ പ്രതിരോധ ശേഷി കുറഞ്ഞു എന്നുള്ളൊരു ചർച്ച എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. ഈ കോവിഡിൻ്റെ വാക്സിന് ശേഷം എല്ലാവർക്കും പെട്ടെന്ന് അസുഖം ബാധിക്കുന്നു, അങ്ങനെയുള്ള ചർച്ച. അതിലെന്താണ് ആസ് എ ഫാർമസിസ്റ്റ്, കാരണം നിങ്ങൾ എപ്പോഴും രോഗികളായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ഒരു കൗണ്ടും ഏകദേശം ഒരു ഐഡിയ? അല്ല, ഇതിൽ എനിക്ക് ഒരു വ്യക്തമായ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒന്നും കൂടി സയൻറ്റിഫിക്കലി ഒക്കെ പ്രൂവൺ ആവേണ്ട കാര്യങ്ങളാണ്. പല വീഡിയോസും ഞാൻ പല ഡോക്ടേഴ്സിൻ്റെ കേട്ടിട്ടുള്ള കേൾക്കാറുണ്ട്. അത് ചില ഡോക്ടേഴ്സ്, ഒരു ഡോക്ടർ ഡയറക്റ്റ് തന്നെ എന്നോട് പുള്ളിയുടെ സെൽഫ് ഇത് പറഞ്ഞിട്ടുണ്ട്. അയാൾക്കൊരു പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണെന്നുള്ള, പുള്ളി അതിനൊരു പേരും പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം കോവിഡിന് ശേഷം ലൈക്ക് ഇപ്പം എല്ലാ ബിസിനസ്സും ആണെങ്കിലും ഇപ്പോൾ ആളുകളുടെ ഹാബിറ്റ് ആണെങ്കിലും ആളുകളുടെ ട്രാവലിംഗ് ആണെങ്കിലും ഒക്കെ കോവിഡിന് മുന്നേ ഉള്ള കാലഘട്ടം കോവിഡിന് ശേഷം എന്ന് പറയാറുണ്ട്. അപ്പം ഹെൽത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? ഹെൽത്തിൽ ഞാൻ മനസ്സിലാക്കിയ ആളുകൾക്ക് ഒന്നുകൂടി അവർക്ക് അവയർനെസ് കൂടിയിട്ടുണ്ട്. അവർ പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറുന്നുള്ള, ഇതൊരു വൈറസാണ്, നമ്മുടെ സെൽഫ് ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടുക. പിന്നെ ഒരുപാട് ഈ കോവിഡ് ടൈമിൽ ഒരുപാട് ആളുകൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അപ്ഡേറ്റ്സ് അവർക്ക് വരുന്നുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മളൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ പ്രോബയോട്ടിക്സ് കഴിക്കണം എന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ആളുകൾക്ക് അറിയാം, ആളുകൾക്ക് ഐഡിയാസ് ഉണ്ട്, ആളുകൾ ഇങ്ങോട്ട് ചോദിക്കില്ല തുടങ്ങിയില്ലേ സപ്ലിമെൻറ്റ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ കൂടുതൽ അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ബ്രാൻഡ്സ് മാർക്കറ്റിലുണ്ട്. പ്രത്യേകിച്ച് ഈ സപ്ലിമെൻറ്റിലൊക്കെ നമുക്ക് മറ്റ് മെഡിസിൻ പോലെ ഏത് ബ്രാൻഡിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം നിങ്ങൾക്ക് ഇപ്പം ഒരേ പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് ബ്രാൻഡുകൾ കാണുമ്പം എന്താണ്? അല്ല, അതിൽ ഞാൻ പറയാം, ചില ഡോക്ടേഴ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പണ്ട് ഇന്ന ഗുളിക ഇന്ന ഫാർമസി പോയി വാങ്ങണം എന്ന് പറയും. അപ്പോൾ അവർ പറയും ഈ ബ്രാൻഡില്ല വേറെ ബ്രാൻഡ് തരട്ടെ എന്ന് അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. എനിക്ക് മെഡിസിൻസിൽ നമുക്കൊരു കുറേ ട്രസ്റ്റ്ഫുൾ ബ്രാൻഡുകളുണ്ട്. ഞാൻ അപ്പോൾ അങ്ങനെ ബ്രാൻഡുകൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നില്ല, അതിന് ഒരുപാട്. അല്ല, ഇപ്പോൾ യു എയിലൊക്കെ ആണെങ്കിൽ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും അപ്രൂവ്ഡ് ആയ ബ്രാൻഡുകളെ ഉണ്ടാവുള്ളൂ. യു എയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസിൻ്റെ മെഡിസിൻസ് ഇവിടെ കിട്ടുന്നത്, എസ്പെഷ്യലി യൂറോപ്യൻ സ്റ്റാൻഡേർഡ്, US സ്റ്റാൻഡേർഡൊക്കെ ഉള്ള മോഡേൺ മെഡിസിൻസ് ഒരുപാട് കിട്ടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. യു എയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് നാടിനെ അപേക്ഷിച്ച് നമുക്കൊന്നും കൂടി സേഫാണ്, സെക്യൂറാണ് ഇവിടെ ഉള്ളത്. കാരണം അത്ര നല്ല ബ്രാൻഡുകൾ, എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്. നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ മരുന്നുകളും ഇവിടെ കിട്ടും.
നാട്ടിലെ എല്ലാ മരുന്നുകളും ഉദ്ദേശിച്ച എല്ലാ കമ്പനികളും എല്ലാ ബ്രാൻഡുകളും ഇപ്പം ചില ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ പിന്നെ എന്തിനാണ് മരുന്ന് കൊണ്ടുവരുന്നത്? എല്ലാ ബ്രാൻഡുകളും ഇവിടെ കിട്ടുന്നില്ല. നാട്ടിലൊന്നുകൂടി അഫോർഡബിൾ ആണ്. നല്ല വ്യത്യാസമുണ്ട്. നാട്ടിലെ ബ്രാൻഡ് ഇവിടെ എത്തുമ്പോൾ വില കൂടുന്നുണ്ട്. നൗഷാദ്, ഇപ്പോൾ 15 ബ്രാഞ്ച് എത്തുക എന്നുള്ളത് ഒരു സ്മോൾ ആൻഡ് മീഡിയം സ്കെയിലുള്ള ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോൾ 15 നമ്മൾ നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഇത്രയും ഒരു സ്മോൾ, നിങ്ങൾ വളരെ യങ്ങാണ്, ആ ഒരു സമയത്തിനുള്ളിൽ ഒരു 15 ബ്രാഞ്ച് അല്ലെങ്കിൽ വീണ്ടും ഒരു 20 അല്ലെങ്കിൽ 50 100 ബ്രാഞ്ചിലേക്ക് ആ ഒരു വിഷനിലേക്ക് പോകാൻ എന്താണ് നിങ്ങളൊരു മൈൻഡ് സെറ്റ്? ആ ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളൊരു സ്പെഷ്യാലിറ്റി എന്താണ് ഞങ്ങൾക്ക് പഠിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർവൈവലിന് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ആ ബ്രേക്ക് നമ്മൾ തന്നിട്ടും പിന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ മതി, അങ്ങനെ എനിക്കിപ്പോഴും തോന്നുന്നത് വളരെ സ്ലോ ആണെന്നാണ്. എണീ ഫാസ്റ്റ് അല്ലേ? ഞാൻ കണ്ടൊരു പ്രത്യേകത, നിങ്ങൾ ഡേ നൈറ്റ് ഉണർന്നിട്ട് ഉറക്കം വരെ ബിസിനസ്സിലാണ്. അതെ, 24/7 എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ മാഷക്ക് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ സ്ലോ എന്ന് പറയുമ്പം പിന്നെ എങ്ങനെയാണ് സ്റ്റിൽ സ്ലോ ആണ്. എൻ്റെ വൈഫ് ഇത് കേൾക്കണ്ട എന്നുള്ള ആണ് ഞാൻ പറയുന്നത്. കാരണം അവരൊക്കെ കണക്കിൽ നമ്മൾ ഫുള്ള് ഇതിൽ തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതൊരു പാഷനായിട്ട് എടുക്കുക, ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ. അതെ, ഇതൊരു ബേർഡനായിട്ട് എടുക്കുക, അതൊരു പാഷനായിട്ട് എടുക്കുക. ഒന്ന് കഴിഞ്ഞ് ഒന്ന് സെറ്റായി ഏകദേശം സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്തത് അതൊരിക്കലും അങ്ങനെ ആയിപ്പോയി മൈൻഡ്. ഒരിക്കലും നമുക്കത് എത്രയോ ആളുകൾ എന്നോട് പറയേണ്ടത് ഇനി നാട്ടിലെന്തെങ്കിലും ചെയ്ത് അവിടെ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളെവിടെയാണോ അവിടെ ചെയ്യുക എന്നുള്ളതാണ്. അത് പരമാവധി ചെയ്യുക. അത് പിന്നെ ഒരിക്കലും നമ്മളത് പൈസ ഇട്ടാൽ ഷോൾഡർ ഇടണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തലും പണിയാണ്. അല്ല, ഞാനതിൽ നിങ്ങൾ കണ്ട പ്രത്യേകത, കാരണം ബാക്കിയുള്ളത് ആളുകളാണെങ്കിൽ എല്ലാവരും ഒരു ഡെലിഗേഷനായി ഒരു വലിയൊരു ടീം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീം ചെയ്ത് പോകുന്നൊരു ബിസിനസ് ആണെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ആസ് എ ലീഡർ നിങ്ങൾ തന്നെ അതിലെല്ലാത്തിലും ഇൻവോൾവ് ചെയ്ത് അതിലേക്കൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പം അതൊരു എളുപ്പമല്ലല്ലോ. അപ്പം അതെങ്ങനെയാണ് നിങ്ങളത് മാനേജ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത്? എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ സമയമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം സമയമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെ പരിപാടി ഇതാണ്. വെറുതെ നമ്മൾ വേറെ ആളെ ഇത് ഏൽപ്പിച്ച് എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന അത്ര ഇതുണ്ട്. പക്ഷെ നമുക്കൊരു ടീം വേണം. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളതിനെ ലീഡ് ചെയ്യും. ടീമിൻ്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഗ്രോത്തിൽ നിങ്ങളുടെ? തീർച്ചയായിട്ടും വളരെ ടൈം ടു ടൈം നല്ല സപ്പോർട്ടിങ് ടീം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എത്താൻ കഴിയില്ല. ആ ഒരു ടീമിനെ നിങ്ങൾ ഇപ്പം എനിക്കറിയാം നിങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ബ്രാഞ്ചസ് ഏത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഇതാണ്. നമുക്ക് നല്ല ടീമിനെ നമ്മൾ തിരിച്ചറിയുക, അവരെ നമ്മളെ കൂടെ നിർത്തുക, അവരെ നമ്മൾ വിട്ടുകൊടുക്കാതെ അവരെ കൂടെ നിർത്തുക, അവരെ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മളെ അവരൊരു സ്റ്റാഫായിട്ട് മാത്രം കാണാതെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ അവരെ കൂടെ നിൽക്കണം. ഇപ്പം നൗഷാദ്ക്കാണെങ്കിൽ ഇപ്പം കോണ്ടന്റ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു വിസിബിലിറ്റി കൂടി, ഒരുപാട് നെറ്റ്വർക്കിങ്ങുകളിലേക്കും ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റികളിലേക്കൊക്കെ വന്നു. അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനെ ഹെൽപ്ഫുള്ളായി എത്രത്തോളം ബിസിനസ്സിൽ അതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ട്? ബിസിനസ്സിൽ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കതുകൊണ്ട് പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ നമുക്ക് ചില ലൊക്കേഷൻ കിട്ടാനും അതിലൂടെ ചെറിയ ബിസിനസ്സുകൾ വരാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഒരു നെറ്റ്വർക്ക് ഞാനൊരു ബിസിനസ്സിന് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ ഉദ്ദേശം അതല്ല. 2025 നമുക്ക് 5ഓളം ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കാൻ പറ്റി. ഈ ഒരു നിങ്ങൾ പറഞ്ഞ ഈ സോഷ്യൽ പ്രസൻസ് എനിക്ക് ചില ബ്രാഞ്ചുകൾ കിട്ടുന്നതിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, എൻ്റെ കെയർ ഓഫിൽ കുറച്ച് മെഡിസിൻസ് ആളുകൾ ഡൗട്ട് ചോദിച്ച് അത് എനിക്കൊന്ന് അയച്ചതാന്നൊക്കെ പറയാം. അതൊരു ബിസിനസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അല്ല, അത് നിങ്ങളുടെ കോണ്ടന്റിൽ ഒരിക്കലും ഒരു ബിസിനസ് മോഡലല്ല. കാരണം അത് നിങ്ങളുടെ ഒരു പാഷനാണ്. നിങ്ങൾ നേരത്തെ പറയും ഈ പാഷന് പ്രോഫിറ്റ് ആക്കുന്നതാണല്ലോ. പക്ഷേ ഈ പാഷനും പ്രോഫിറ്റൊക്കെ നമുക്കിപ്പം പറയാൻ വളരെ എളുപ്പമാണ് ഓൾറെഡി. പക്ഷേങ്കിൽ ഇതിൽ എത്ര % ആളുകൾക്ക് ഇതുപോലുള്ള പല കമ്പനികൾ തുടങ്ങിയിട്ട് വിജയിപ്പിക്കാനാവുന്നുള്ളത് വലിയൊരു ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എനിക്കറിയാം ഫാർമസി തുടങ്ങി. അവർ ഇവിടെയുള്ള മെയിൻ ബ്രാൻഡുകൾ തുടങ്ങുന്ന പോലെ അത് ഈസിയാണെന്ന് വിചാരിച്ചിട്ട് തുടങ്ങി പൂട്ടിയിട്ട് ഒരുപാട് ഇതുണ്ട്. ഓപ്പണായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ പണിയെടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. കാരണം പുറത്തുനിന്ന് കാണുന്നതല്ല. അത് ഏത് ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് പലരും ബിസിനസ്സുകാരുടെ വിജയവും അല്ലെങ്കിൽ ഇതേപോലത്തെ ഇൻ്റർവ്യൂസും സ്റ്റോറീസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് തുടങ്ങും. പക്ഷേങ്കിൽ അതിനൊരു പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 5 വർഷം വർക്ക് ചെയ്തു, അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇൻവോൾവ് ചെയ്ത് ഗ്രോത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പം ഇനി സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഓൺടർപ്രണർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? അവരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ ഒരു പ്ലാൻ. ഇപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിൽ അവർക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവണം. ഏത് ബിസിനസ്സിനും ആദ്യം വേണ്ട ഫണ്ട് തന്നെയാണ്. ഫണ്ട് തന്നെയാണ്. ഈ
നമ്മൾ ഒപ്പിച്ച ഫണ്ട് എന്ന് പറയുമല്ലോ, യെസ് യെസ് നമ്മളെ യെസ് വരവേൽപ്പ് എന്ന് പറയുന്ന മൂവിയിലും അങ്ങനെയൊക്കെ പല മൂവികളിലൊക്കെ മോഹൻലാലിൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ പോലെ യെസ് 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 അതിന് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ആദ്യം വേണം. വേണം വേണം. പിന്നെ നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവണം. നമ്മൾ മറ്റ് സ്റ്റാഫിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത്, ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് പരിധിയുണ്ട്. പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. അത് knowledge നല്ലൊരു ലെവലിൽ എത്തുന്നത് വരെ നമ്മൾ സമയമോ മറ്റു കാര്യങ്ങൾ കോംപ്രമൈസ് പ്രയോറിറ്റൈസ് ഇതിന് ബിസിനസ്സിന് ആയിരിക്കണം ഫസ്റ്റ് അതെ, പ്രയോറിറ്റി അല്ലേ? അത് തന്നെ ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ ചിലപ്പോൾ ഓഫ് കിട്ടിയില്ല, ഫാമിലി ടൈം പോയി, അതൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊരു ലെവലിലാവുന്ന വരെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ തകരാൻ ചാൻസ് ഉണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ സ്മാർട്ട് വർക്കും ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ശരി ഒരു ഹാർഡ് വർക്കായി മാറരുത്. ഹാർഡ് വർക്ക് ആയിരുന്നു, ഹാർഡ് വർക്ക് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു റിസൾട്ട് ചെറുതാവുന്നതിൽ വരെ കുറച്ച് നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം ഈ കൊമേഴ്സും ഓൺലൈൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആവണം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്നിട്ട് നമ്മൾ ആ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇനി ഉയർത്തണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ പരിപാടിയൊക്കെ ഇനിയും ചെയ്യണം. അതല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ കംഫർട്ട് സോൺ ഈസ് എ ഡേഞ്ചർ സോൺ. റിലാക്സേഷൻ ലോങ് ടൈം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ തിരക്കിൻ്റെ ഇടയിൽ വർക്ക് ലൈഫ് ബാലൻസും വലിയൊരു വിഷയമാണ്. എസ്പെഷ്യലി നിങ്ങൾ ആ ഫീൽഡായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ആളുകളുടെ എല്ലാവരുടെയും പ്രശ്നം ഓൺടർപ്രണേഴ്സിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പം അതെങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ അതിന് നിങ്ങളൊരു ഒപ്പീനിയൻ എന്താ? അത് നല്ല, ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരോടും കൂടിയും പറയാം, നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ഫുൾ അതിലേക്ക് ഇൻവോൾവ് ആവുക. നമ്മൾ ഫാമിലിൻ്റെ കൂടെ ആണെങ്കിൽ ഫുൾ അതിൽ ഇൻവോൾവ് ചെയ്യുക. രണ്ടും കൂടെ പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഫാമിലിൻ്റെ കൂടെ ഉള്ള സമയത്ത് പണിയിലും ആവാതെ നമ്മൾ മാക്സിമം അതിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഞാനൊക്കെ ഒരു വെക്കേഷൻ എപ്പോഴും കുറച്ച് ഏർലി പ്ലാൻ ചെയ്യണം. അതിന് വെച്ച് വേണ്ടിയിട്ട് ഞാൻ വളരെ നേരത്തെ ഹാർഡ് വർക്കിംഗ് തുടങ്ങി. അതായത് ആ സമയം കൂടി അവിടെ സേവ് ചെയ്യും. വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേക്കേഷന് പോവുക, മക്കളെയും കൊണ്ടുപോകുക. കാരണം അവർക്ക് സമയം നമ്മൾ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നോ കോംപ്രമൈസ് ആണ് എൻ്റെ കാര്യത്തിൽ. ഫാമിലി ഡേ ആണ്. ഫാമിലി ഡേൻ്റെ ഇടയിൽ പിന്നെ ഒരുപാട് ബിസിനസ് കോളുകളും അങ്ങനത്തെ ഒന്നും സംഭവിച്ചു പോകും. നമുക്ക് അതിന് ഡിറ്റാച്ച്ഡ് ആവാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും പ്രയോറിറ്റി ഇപ്പം നമ്മൾ മറ്റുള്ള ദിവസങ്ങൾ നമ്മൾ പെൻഡിങ് ഒക്കെ നോക്കും. ഈ ദിവസം പെൻഡിങ് ഒന്നും നോക്കൂല. നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ സോൾവ് ചെയ്ത് വിടുക എന്നല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകാം. പക്ഷേ നിഷാദ് ഖാൻ്റെ കേസിൽ പാർട്ണറിൻ്റെ വലിയൊരു സപ്പോർട്ടില്ലേ? കാരണം നിങ്ങളുടെ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പാർട്ണർ ഉദ്ദേശിച്ച വൈഫ് ബിസിനസ് പാർട്ണറാണ്. അല്ല, ബിസിനസ് പാർട്ണറല്ല, ഞാൻ ഉദ്ദേശിച്ച വൈഫിൻ്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കിത് ഈ കാര്യത്തിൽ വൈഫിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്, അവൾ മക്കളെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വീട്ടിലെ കാര്യങ്ങളുണ്ടല്ലോ, വീട്ടിലെ സാധനങ്ങൾ കൊണ്ടുവരിക, പർച്ചേസിങ്, അതൊക്കെ ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് ടെൻഷനില്ല. ഒരു കാലത്ത് ഞാൻ ഫിഷ് മാർക്കറ്റിൽ ഞാൻ പോകണമായിരുന്നു. മറ്റേ നമ്മുടെ ഗ്രോസറി സാധനം പർച്ചേസിനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ പോകണം. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു നിഷാദ് ഖാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നിഷാദ് പറഞ്ഞത് വൈഫ് വണ്ടി അടിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്, പഠിച്ചവൻ എന്താവും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പം വൈഫ് മാഷാള്ള വണ്ടി എടുത്ത് പോകുന്ന ആ ലെവലിലേക്കൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് പറ്റും. പോരാത്ത കുട്ടികളുടെ കാര്യം അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. അതെ, അതന്നെ വലിയൊരു ജോബാണ്. അതിൻ്റെ കൂടെ പ്ലസ് പലർക്കും പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ നമ്മളൊക്കെ കുട്ടികളെ നോക്കൽ വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞ് അവരതാക്കുമ്പോൾ അവർക്ക് വല്ലാതെ ഹേർട്ടാവുകയും ചെയ്യും. പക്ഷേങ്കിൽ ഇൻഫാക്ട് അത് നമ്മൾ ഈ ബിസിനസിൻ്റെ ഓപ്പറേഷൻ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നിങ്ങൾ കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്കും ഇത് ഞങ്ങളെ മാത്രം പണിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഗ്രാജുവലി ഞാൻ ബിസിനസ്സിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ, പിന്നെ നമ്മളെ ഗോളും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവരെ സ്വയം പിൻവാങ്ങില്ലേ, ഞാൻ മക്കളെ നോക്കിക്കോളാം. അതല്ല, അവർ നമുക്ക് കൂടുതൽ ടൈം ബിസിനസ്സിലേക്ക് തന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ക്ലാരിറ്റി കൊടുക്കുന്നിടത്താണ് ഒരു ഓൺടർപ്രണർ വിജയം. നല്ല സ്ട്രോങ് ഡെയിലി ക്യാഷ് ഫ്ലോ ഉള്ളൊരു ബിസിനസ്സാണ് ഫാർമസി ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും പലരും സ്കെയിൽ ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 60 to 90 days മാത്രം നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മളെ എക്സ്പെൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ വന്നിട്ടില്ലെങ്കിൽ നാളെ അത് പിന്നെ ലോസിലേക്കാണ് പോണത്. 3 മാസം ഒരു ആവറേജ് ഒരു 2 to 3 month ക്രെഡിറ്റ് കണ്ടിട്ട് നമ്മൾ ഒരുപാട് ഫാർമസികളോ അല്ലെങ്കിൽ ഏത് റീറ്റെയിൽ ഷോപ്പ് ഇട്ടിട്ടോ എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പൊട്ടിത്തകരും. ചെറിയൊരു പാൻഡമിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ക്രൈസിസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഒരാഴ്ച പിടിച്ചിരിക്കാൻ കഴിയില്ല. ആ ക്യാഷ് ഫ്ലോ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയാലും. അതുകൊണ്ട് ക്യാഷ് ഫ്ലോ കിട്ടിയെന്ന് വിചാരിച്ച് റീറ്റെയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ അർത്ഥമല്ല.
നമ്മളെ എക്സ്പെൻസസ് വേഴ്സസ് അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവനിലെങ്കിലും ഓടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ ബബിളാണ്, ഏത് നിമിഷവും പൊട്ടും. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണത്. അതുപോലെ തന്നെ സ്കെയിലിങ്ങിലൊക്കെ പോകുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുക? ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം ആ ലൊക്കേഷൻ്റെ പിന്നെ നമ്മളൊരു ഏതൊരു സ്ഥലത്ത് എത്തുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന അവിടെയുള്ള എക്സ്പെൻസുകൾ നോക്കും. ഫസ്റ്റ് നോക്കുന്ന റെൻ്റാണ്. ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതെ, റെൻറ്റ്, കീ മണി, അങ്ങനെയുള്ള സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടല്ലോ, അത് വേഴ്സസ് അവിടുന്ന് നമുക്ക് വരുന്ന ബിസിനസ്സും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ആ ലൊക്കേഷൻ. അത് ഏത് മെത്തേഡിലൂടെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ താമസിക്കുന്ന കമ്മ്യൂണിറ്റി, അതിൽ എത്രത്തോളം ആളുകൾ പിന്നെ വാക്കിംഗ് വരും. വാക്കിംഗ് ആണ് മെയിൻ. കാരണം ബാക്കി കുറേ ഓൺലൈനിൽ ഇപ്പോൾ കുറേ ഷെയർ പോകുന്ന കാരണം വാക്കിംഗ് കസ്റ്റമേഴ്സ് കൂടുതലുള്ള സ്ഥലം, നല്ല ഫുട്ഫാളുള്ള സ്ഥലം, ഫുട്ഫോൾ അല്ലെങ്കിൽ നമ്മളെ ഫാർമസിയിലേക്ക് സോഴ്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ വരാൻ ചാൻസ് ഉള്ള അതൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ അടുത്തുള്ളതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പ്രിഫർ ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഒരു സംശയമായിരുന്നു, ലൈക്ക് നിങ്ങളുടെ പോലത്തെ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ഓൺടർപ്രണർ എന്ന നിലയിൽ എന്തായിരുന്നു ഒരു മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടാവും. മനുഷ്യൻ്റെ ബിസിനസ്സിലും മനുഷ്യൻ്റെ ലൈഫിലും ബിസിനസ്സിലൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, അതായത് ഒരു കോസ്റ്റ്ലി മിസ്റ്റേക്ക് ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് മിസ്റ്റേക്സ് ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ആ സമയത്ത് അറിയില്ല, പിന്നെയാണ് മിസ്റ്റേക്സ് അറിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യൂല. അതുകൊണ്ട് ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. നമുക്ക് കിട്ടിയ ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബിസിനസ്സിലും നമ്മളെ പങ്കാളിയാക്കുക. അതിന് സ്റ്റാഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഏത് രീതിയിലൊരു സ്റ്റേക്ക് ഹോൾഡർ ആണെങ്കിലും നമ്മൾ എന്താണോ നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. അത് എനിക്ക് ഈ ബിസിനസ്സിൽ ഉണ്ടായൊരു അനുഭവം, നല്ലൊരു പാഠം തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്കുണ്ടായ നമ്മൾ ചില ആളുകളുടെ വാക്കുകൾ, നമ്മൾ അടുത്ത ആളുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളെ പറ്റിക്കൂല, പിന്നെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവും. ചില ആളുകളായിട്ട് നമ്മളെ ആത്മബന്ധം, വർഷങ്ങളായിട്ടുള്ള ബന്ധമൊക്കെ കാരണം അവരൊരിക്കലും നമ്മളെ പറ്റിക്കില്ല എന്നൊരു ധൈര്യം, അവർ നമുക്ക് അങ്ങനെ ഒരു അവസരം തരികയാണെങ്കിൽ ബ്ലൈൻഡായിട്ട് നമുക്ക് വിശ്വസിക്കും. പക്ഷെ അതിവിടെ ഇല്ല എന്ന് എനിക്ക് 1-2 അനുഭവങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് പോയപ്പോൾ ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കും, അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യാം, പിന്നീട് എന്ത് സംഭവിച്ചാലും അപ്പം നോക്കാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പെൻസിൽ ഒരു ചെറിയ എക്സ്പെൻസ് നമ്മളെ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അവിടെ ബന്ധമോ അല്ലെങ്കിൽ ആ വിശ്വാസതയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് എനിക്ക് 2-3 തവണ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വളരെ അവെയറാണ്. നമ്മൾ അവൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ അവൻ്റെ ഒരുപാട് വർഷമായിട്ട് അറിയുന്ന ആളാണ്, ഒരിക്കലും പുള്ളി എനിക്ക് പണി തരാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകരുത്. നമ്മൾ അവിടെയും ഫീസിബിലിറ്റി സ്റ്റഡീസും എവാലുവേഷനും ആ ആളെക്കുറിച്ച് പഠിച്ചിട്ട് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഗതി കെട്ടാൽ അവന് പുലി പുല്ലും തിന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ പോയി പെടും. അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ അവസ്ഥ അതായിരിക്കും. അതുകൊണ്ട് പിന്നെ അതിൽ നമ്മൾ കുറച്ചും കൂടെ കെയർ ആവണം. നമ്മളെ ബന്ധവും നമ്മളെ വർഷങ്ങളായിട്ട് അറിയും. എനിക്കൊന്ന് എല്ലാവരുടെയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും, നമ്മൾ ഒരാളെ വിശ്വസിച്ചു, ഈ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്തു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നീന്താൻ മര്യാദക്ക് അറിയാത്ത ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ അവനെ രക്ഷപ്പെടുക്കുക, അവനെങ്ങനെയെങ്കിലും നമ്മളെ കൂടെ പിടിച്ച് താഴ്ത്താൻ നോക്കൊള്ളുന്നില്ല. അതേ അവസ്ഥയാണത്. അത് തിരിച്ചറിയാൻ കഴിയില്ല ചിലപ്പോൾ. ആ ഡിസിഷൻ അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും പാളി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് വലിയൊരു ചലഞ്ചാണല്ലോ. അപ്പം ഋഷാദിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന അവസ്ഥ വരികയാണെങ്കിലൊക്കെ പിന്നെ നമുക്ക് പാളി പോയിട്ടുണ്ട്. പാളി പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണത് മാനേജ് ചെയ്യുക? പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഇനി പാളിയാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാവുന്ന റിസ്ക് ആണ്, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്. അപ്പോൾ ഇത് ഇപ്പോൾ കാൽക്കുലേറ്റഡ് റിസ്ക് എന്നുള്ള വേർഡ് തന്നെ വന്നത് ഇപ്പോൾ ലൈക്ക് നിങ്ങളിപ്പോൾ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഇതൊരു എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. അതിനിപ്പോൾ അവിടെ നമുക്ക് പാളിയാലും കുഴപ്പമില്ല, വി ക്യാൻ മാനേജ് എന്നുള്ള ലെവലിലേക്ക് വരും. അപ്പം അത്തരം അനുഭവങ്ങളാണ് ഒരു ഓൺടർപ്രണറേയും ലൈക്ക് ശക്തനാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ നിന്നൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഞാൻ ഫസ്റ്റ് ബ്രാഞ്ച് ഇട്ട പോലെ അല്ല ഇപ്പം എനിക്കുള്ള അനുഭവങ്ങൾ. നമ്മൾ പ്രത്യേകിച്ച് ഏതൊരു മാർക്കറ്റിലെ പോലുള്ള ചതികളും വഞ്ചനകളും ഒക്കെ ഈ മാർക്കറ്റിലും ഉണ്ട്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസുകളൊക്കെ പ്രതീക്ഷിക്കണം. നമ്മൾ ചിലയിടത്തൊക്കെ ചില സ്പേസുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ചതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹൈ കീമണിയൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ വല്ല ഷോപ്പ് എടുക്കും, പക്ഷേ ആ ഷോപ്പ് അടുത്ത വർഷം അതിൻ്റെ എക്സിസ്റ്റിംഗ് ഓണർ ആ ബിൽഡിങ്ങിൽ ആ ഒരു ഷോപ്പ് മാത്രം ഒരാളുണ്ടായിരിക്കും. അയാൾ നാളെ അത് മറ്റൊരാൾക്ക് വിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇതിൽ എക്സിസ്റ്റിംഗ് ഓണർക്ക് അറിയാം.
അതുകൊണ്ട് എന്നിട്ട് അത് മറച്ചു അത് വെച്ചുകൊണ്ട് മറച്ചു നടക്കും. വെച്ചിട്ട് നമ്മൾക്ക് കച്ചവടം അല്ല, പല ചെയ്യുന്ന സാധുക്കളും ഇപ്പം അങ്ങനെ പലതും എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 3 മാസം കൊണ്ടൊക്കെ നമ്മൾ ഇന്റീരിയർ വർക്കൊക്കെ കഴിയാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് അതെ നീണ്ടുപോകും. പിന്നെ അത് അതെ അവിടെ റെന്റ് ഓൾറെഡി ഇതിന് ലീഗലി ഒക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ രാജ്യത്തുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ആൾറെഡി നമ്മൾ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് അതെ അതെ എനിക്ക് തോന്നുന്നത് അല്ലേ, അതെ അതിൻ്റെ ഒരു സൊല്യൂഷൻ. കാരണം നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവും കാരണം നമുക്ക് പിന്നെ ലീഗലി പോകണം അവിടെ ഒരുപാട് എക്സ്പെൻസ് വരും പിന്നെ അത് നമുക്ക് മാത്രമല്ല നിങ്ങൾ പറയുന്ന സ്ട്രെസ്സ് അതെ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്രത്തോളം ചലഞ്ചുകളിൽ പോകുമ്പം ബസ് നിങ്ങളൊരു ടോപ്പിക് കൂടെ ആ സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക, അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ബിസിനസ്സുകാരനെന്നല്ല ഏതൊരു മനുഷ്യനും ദൈവം നമുക്ക് താങ്ങാവുന്നേ തരുള്ളൂ എന്നാണ് അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് സ്ട്രെസ് എത്ര വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിലേക്ക് എടുക്കരുത് കാരണം സ്ട്രെസ്സ് നമുക്ക് ബിസിനസ്സിൽ പല സ്ട്രെസ്സും വന്ന് നമ്മുടെ ശരീരം ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതോടുകൂടി തകർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രെസ്സിന് കാരണമായ ആ കാരണത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രെസ്സ് പ്രത്യേകിച്ച് നമ്മളൊരു ഏജൊക്കെ ആയി ഒരു എൻ്റർപ്രണർ എപ്പോഴും ഒരു പിന്നെ ലേറ്റ് ഏജിലൊക്കെ വരുമ്പോൾ നമുക്കൊരു ഓവർ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും നമുക്കത് ഒരു പക്ഷേ നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ തന്നെ ബാധിക്കും ചിലപ്പോൾ നമുക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഇഷ്യൂസ് നമുക്ക് ഒരുപാട് തെളിവുകൾ ഇവിടെ ഉണ്ട് അല്ലേ പല ബിസിനസ് തകർന്ന ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു അങ്ങനെയൊക്കെയുള്ള കുറേ ന്യൂസ് തീർച്ചയായും നമ്മൾ തീർച്ചയായും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്ട്രെസ്സിന് നമ്മൾ ഒരിക്കലും നമ്മളെ ബോഡിയിലേക്ക് എടുക്കരുത് പക്ഷേ അങ്ങനെ ബോഡിയിലേക്ക് എടുക്കരുതെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇപ്പോൾ സ്പെഷ്യൽ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ചാക്കി ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ലീഗൽ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ കാരണം നമ്മൾ വേറെ രാജ്യത്താണുള്ളത്, ഓൺട്രപ്രണേഴ്സാണ്, ഒരുപാട് ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആവുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ആസ് എ ഹെൽത്ത് അഡ്വൈസർ നിങ്ങൾക്ക് എന്താണ് ഒരു ടിപ്പ് കൊടുക്കുക? ഹെൽത്ത് അഡ്വൈസറിൻ്റെ മുന്നേ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ് കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ തീർച്ചയായും ബിസിനസ് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പകാലത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ നല്ല സുഹൃത്തുക്കളെ എന്നും നിലനിർത്തണം എന്നുള്ളതാണ് കാരണം സൗഹൃദത്തിന് വലിയൊരു സൊല്യൂഷൻ. നമ്മൾ ഏത് നിലയിലെത്തിയാലും നമ്മൾ ആ സൗഹൃദത്തിന് കാരണം നമുക്കൊരു എപ്പോഴും നമുക്ക് പിന്നെ അതിന് കുടുംബത്തിൽ നിന്നാവാം പിന്നെ നമുക്കൊന്ന് തുറന്ന് അതെ അതെ സംസാരിക്കാനും ആ നമ്മുടെ മുൻവിധികളില്ലാണ്ട് സൗഹൃദം നിങ്ങൾക്ക് എപ്പോഴും ഒരു ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു 3-4 നിങ്ങൾക്ക് ഉണ്ടാവണം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിന് ഷെയർ ചെയ്യുക സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ് അവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു മാനസിക സമാധാനം ഒരു ഷോൾഡർ ചെയ്യാൻ പറ്റിയ ആളുകളെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് കാര്യം അതാണ് കാരണം ഒരുപക്ഷെ നമ്മളൊരു ആത്മഹത്യയിൽ നിന്നോ വലിയൊരു മാരക അസുഖത്തിൽ നിന്നൊക്കെ അത് നമ്മളെ മുക്തി നൽകും മാനസികമായിട്ടുള്ളൊരു കാരണം ഒരിക്കലും ഫൈനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ കാരണം നമുക്ക് അവരോട് പറയുമ്പോൾ കിട്ടുന്ന റിലീഫ് ഉണ്ട്. എനിക്ക് ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത പലരും അവരുടെ ആ ഒരു വിഷമം കേൾക്കാൻ ഒരാളുണ്ട്, അതോടെ സാരല്ലടാ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു നല്ലൊരു ശതമാനം ബിസിനസ്സുകാരും അവരുടെ ചെറുപ്പകാലം അവരുടെ യങ് ഏജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഈവൻ UAE-ലും ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനും നമുക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് ലാവിഷായിട്ട് കഴിക്കാനൊന്നും പറ്റിയൊരു കാലം ഉണ്ടാവില്ല കാരണം നമ്മൾ സാലറീഡ് പേഴ്സൺ ആയിരിക്കും പക്ഷേ നിങ്ങൾ ബിസിനസ്സിൽ സക്സസ് ആയി ഒരു 35 above 40 ഒക്കെ ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് വിചാരിച്ച പോലെ ക്യാഷും കാര്യങ്ങളും വന്ന് പക്ഷേ അപ്പം നമ്മളെ ശരീരത്തിൽ മറഞ്ഞു നിൽക്കുന്ന പാരമ്പര്യമായി കിട്ടിയ അസുഖങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ അതുവരെ കഠിനാധ്വാന സമയം ഉറക്കമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ട് പലതും നമ്മുടെ ശരീരത്തിൽ ചെറുത് ആയ രീതിയിൽ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും അത് കെയർ ചെയ്യാതെ നമ്മൾ ഇപ്പോൾ ക്യാഷ് ഉണ്ടല്ലോ എന്തും നമുക്ക് അടിച്ചു പൊളിക്കാന്നുള്ള രീതിയിലേക്ക് ആകുമ്പോൾ നമുക്ക് നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയും ചെയ്യും നമ്മളൊന്നുകൂടെ റിലാക്സ് ചെയ്യും നമുക്ക് നല്ല വാഹനം ഉണ്ടാവും പണ്ട് നടന്നായിരുന്നു നമ്മൾ പോയിട്ടുണ്ടാവുക എല്ലാം റിവേഴ്സ് അടിക്കും ഇൻടേക്ക് കൂടും പിന്നെ സ്പെൻഡിങ് അതായത് സ്പെൻഡിങ് കുറയും ബേണിംഗ് ഒക്കെ കുറയും അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് എന്നോടക്കം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമ്മളെ ഫിറ്റ്നസ് നമ്മളെ മസിൽസിനെയും ബോണിനെയും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കണം സ്ട്രെങ്തൻ ചെയ്യണം നമ്മൾ ഇനി റിയലി നമ്മളെ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ട സമയമാണ് അതിനെക്കുറിച്ച് വെൽ അവയർനെസ് വേണം നമുക്കൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറോ അല്ലെങ്കിൽ പേഴ്സണൽ കോച്ചോ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ ഇടയിലും അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഈ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് അവെയർ ആയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ഒരു വാസ്തവം കാരണം നമ്മളൊരു നല്ല പ്രായത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊന്നും കിട്ടില്ല അപ്പം എന്താ പറയുക പൈസ ഉള്ളപ്പോൾ ഐസ് ഉണ്ടാവില്ല ഐസ് ഉള്ളപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് കിട്ടുന്ന നമുക്കൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ നമ്മൾ ഒരു മെൻ്റലി നമ്മൾ അതിന് പ്രിപ്പയർ ആവണം എല്ലാം നമുക്കിപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് പഴയ പോലെ അല്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സ് വിചാരിച്ചോണ്ട് നമ്മുടെ ശരീരം നിൽക്കാത്തൊരവസ്ഥ വരും അതിന് പക്ഷെ നമ്മൾ നല്ലൊരു സ്ട്രിക്റ്റ് ഫിസിക്കൽ ഇനി ഏകദേശമൊക്കെ ഫിനാൻഷ്യലൊക്കെ നിങ്ങൾ സെറ്റായി ബിസിനസ്സൊക്കെ ഏകദേശം വെൽ ആൻഡ് സ്മൂത്ത് മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ
സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 1.5 hour പെർ ഡേ ഫോർ യുവർ സെൽഫ്. അതല്ലെങ്കിൽ ഈ പൈസ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങളെപ്പോലത്തുള്ള ഫാർമസിക്കാർ ഞങ്ങളിടുന്ന് വാങ്ങിയെടുക്കും. അതെ, അത് കൊടുത്താലും നമുക്ക് നല്ലൊരു ആരോഗ്യം തിരിച്ചു കിട്ടില്ല. കിട്ടില്ല. നമ്മളൊരു മെഡിസിനിൽ മൂവ് ചെയ്യുന്ന ശരീരമാവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളെ മനസ്സ് ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് ചെയ്യില്ല, മൈൻഡ് വർക്ക് ചെയ്യില്ല, നമ്മൾ മിസ്റ്റേക്കുകൾ കൂടാം. നെക്സ്റ്റ് ജനറേഷൻ, എനിക്കറിയണ പല ബിസിനസ്സുകാരുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ റെഡി ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ബിസിനസ് ബിൽഡ് ചെയ്ത ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ നഷ്ടത്തിലേക്ക് പോയി. ഒരു ഹാൻഡ് ഓവറിങ് ടൈം കിട്ടിയില്ല, അപ്പോഴേക്കും അയാൾ കൊലാപ്സ് ആകുന്ന അവസ്ഥ വരും. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് ആരോഗ്യം തന്നെയാണ് സമ്പത്ത്. അതെ. അപ്പം അപ്പം അവസാനമായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആരോഗ്യം തന്നെയാണ് സമ്പത്ത് എന്ന് പറയുമ്പം ഇതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി നമ്മൾ ഓൺട്രപ്രണേഴ്സിനോട്, നിങ്ങളൊരു ഓൺട്രപ്രണർ കൂടിയാണ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ളതാണെങ്കിൽ അവസാനമായിട്ടൊരു പിഞ്ച് ഒരൊറ്റൊരു അഡ്വൈസ് പറയുകയാണെങ്കിൽ, ഒറ്റൊരു ടിപ്പ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത് ഓൺട്രപ്രണേഴ്സിനോട്? വളരെ സിമ്പിളായിട്ട് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള പല ആളുകളും വളരെ പഞ്ച്വലാണ്, ഏർലി വേക്കപ്പ്. അവർ നോ കോംപ്രമൈസ്. ഇനി ഫജർ പ്രയറോ അങ്ങനെ മോർണിംഗ് പ്രയറൊക്കെ ഉള്ള ആളുകൾ അതിന് എണീക്കും, അല്ലാത്ത ആളുകൾ ഒരു 7-8 o'clock എണീക്കും. പക്ഷെ അവർ ചിലപ്പോൾ ഉറങ്ങുന്നത് രാത്രി 3 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് മസ്റ്റാണ്. അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. 8 മണിക്കൂർ, പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു ചെറിയ ബ്രേക്കൊക്കെ വന്നാൽ ഒരു 7 to 8 hours കോംപ്രമൈസ് ചെയ്യരുത്. ചില ആളുകൾ ഫ്രഷ് ആയിരിക്കും 4 hours 3 hours ഒക്കെ, പക്ഷേ ലോങ് ടേമിന് അവർക്കത് പിന്നെ ഒരുപാട് ദോഷങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ 7 to 8 hours പോസിബിൾ ആണോ? പ്രത്യേകിച്ച് നമ്മൾ യുഎയിലേക്ക് വൈ നോട്ട്? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 7 to 8 hours. ഇതിൽ എനിക്കൊരു എതിരഭിപ്രായമല്ല ഞാൻ മനസ്സിലാക്കിയപ്പം തോന്നിയത്, ഇപ്പം നമ്മൾ കാണുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും ലീഡേഴ്സ് ആണെങ്കിലും അവർ ക്വാളിറ്റി ആയിട്ട് ചിലപ്പോൾ 4-5 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരുപാട് പ്രായം വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നില്ലേ? ഇതിൽ മെയിനായിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൽസുകൾ, ഇങ്ങനെ ക്യാൻസറസ് സെൽസൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന പല സെൽസുകളും ഉണ്ടാവും. അതൊക്കെ റിപ്പയറായി അതിനെ DNA റിപ്പയർ എന്ന് പറയുന്നത് റീജനറേറ്റീവായിട്ട് അത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. ഈ നശിച്ച സെല്ലുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം വൺ ഓഫ് ദി ബെസ്റ്റാണ്. അതായത് നമ്മൾ 50% റെസ്റ്റ്, 25% ഡയറ്റ്, 25% എക്സസൈസ് എന്നാണ് പറയണത്. പല ആളുകളും ഓക്കെയാണ്, ഈവൻ അവർക്ക് 8 മണിക്കൂറൊന്നും ഇല്ലാതെ അവർ ഓക്കെയാണ്. പക്ഷേ ഒരുപാട് സ്റ്റഡീസും ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. കാരണം പിന്നെ എത്രത്തോളം നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ആണെന്നുള്ളതുമാണ്. 8 മണിക്കൂർ ഉറങ്ങുന്നതിൽ 6 hours അലാറങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് മാറ്റർ. ലൈക്ക് ഒരുപാട് ടൈമിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി. സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ സ്വീഡിഷ് വിസ തട്ടിപ്പിൽ നിന്ന് ഇന്നൊരു 15 ബ്രാഞ്ചുള്ള എപ്പോടെക് ഫാർമസിയിലേക്ക് വന്നു. എന്താണ് നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പം നിങ്ങൾ ഈ 15 ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലിപ്പോഴും എൻ്റെ ഉദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഡ്രീമിൻ്റെ ഒരു 1% പോലും എത്തിയിട്ടില്ല എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് കുറച്ചിലാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഓൺ ദ സെയിം ടൈം ദൈവത്തിനും എൻ്റെ പാരൻസിനും എൻ്റെ കുടുംബത്തിനും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫുകൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ ഇതുപോലെ ഇനിഷ്യേറ്റ് ചെയ്ത പല ആളുകളും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരുപാട് പിന്നെ നിർത്തിപ്പോയ ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വളരെ ഉയർന്ന രീതിയിൽ പോയ ആളുകളുണ്ട്. പക്ഷേ അപ്പോൾ ഒരു മെജോറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇനി ഒരുപാട് ആ ഒരു ബേണിംഗ് ഡിസയർ ആണ് മുന്നോട്ടേക്ക്. അതെ. ഇനിയും ഇതൊന്നും നമ്മളെവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ റിലാക്സ്ഡ് അല്ല. നമ്മൾ ഈ റിലാക്സ് വരുമ്പോൾ ആണ് നമ്മൾ ലേസിനെസ് ആയിട്ട് വീണ്ടും ഇപ്പോൾ നമ്മളെ ലക്ഷ്യത്തിന് ഒരു 1% ആയിട്ടുള്ള 99 ബാക്കിയാണ്. അപ്പം ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അതാണ് ഒരു സംരംഭകനിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും എത്തി എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അന്ന് തൊട്ടിട്ട് നമ്മൾ പതനം ആരംഭിക്കുന്നതാണ്. കാരണം ഇനിയും ഒരു പെർസെൻറ്റേജ് എത്തിയിട്ടില്ല. ഇപ്പോൾ നിഷാദ് ഇപ്പോൾ 15 ബ്രാഞ്ച് എത്തിയിട്ട് പറഞ്ഞതുപോലെ ഒരു പെർസെൻറ്റേജ് എത്തിയിട്ടില്ല. ഇനിയും ഒരു 99% എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നതിനേക്കാളും ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ. ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. So, what's your story?